ബംഗളൂരുവിലെ ക്രിക്കറ്റ് ആഘോഷം ദുരന്തമായി മാറിയ സംഭവത്തിൽ RCB പ്രതിനിധികളുടെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. സംഭവത്തിൽ കർണാടക സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയില്ലെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആദ്യ പ്രതികരണം. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചില്ല എന്ന ആദ്യ പ്രതികരണം വന്നെങ്കിൽ പോലും നമുക്കറിയാം വളരെ കടുത്ത നടപടികളിലേക്ക് ആ മേഖലയിൽ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കെതിരെയും നടപടി എടുക്കുന്ന തരത്തിലേക്ക് അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കാം ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുക? അതിനപ്പുറം ഉയർന്നു വരുന്ന ഈ രാഷ്ട്രീയ വിവാദം അതിനെ സർക്കാർ എങ്ങനെ പ്രതിരോധിക്കുന്നു? പ്രതിപക്ഷം ഏതൊക്കെ തലത്തിൽ ഈ വിഷയത്തെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടു പോകുന്നുണ്ട്? ആര്യ, ഒരു ഹിസ്റ്റോറിക് സെലിബ്രേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സെലിബ്രേഷനാവും നടക്കുക എന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നടന്നത്. 11 പേരുടെ ജീവൻ നഷ്ടമായ ആ ഒരു അപകടം, അതിന് പിന്നാലെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. RCBക്കെതിരെയും അതുപോലെ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും ഇവന്റ് മാനേജ്മെന്റ് നടത്തിയിരുന്ന DNA ഇവന്റ് മാനേജ്മെന്റിനെതിരെയുമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇവരെ ചോദ്യം ചെയ്യലും ഒപ്പം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ RCBയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു, ഒപ്പം തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. പ്രത്യേകിച്ച് BJP കർണാടക സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കമാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. എപ്പോഴും എല്ലാം അറിഞ്ഞിട്ട് പോലും DK ശിവകുമാർ കപ്പിൽ മുത്തമിടുന്ന ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും പരിഹരിക്കാനോ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാനോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇടപെടലൊന്നും ഉണ്ടായില്ല എന്ന ഗുരുതരമായ ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാം പോലീസിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ഒരു ആരോപണവുമുണ്ട്. അതായത് ഈ RCB കൃത്യമായി തന്നെ ഈ പരിപാടി നടത്താൻ അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള രേഖാമൂലമുള്ള ഒരു നോട്ടീസ് തിരിച്ച് കമ്മീഷണർ RCBക്ക് നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ആളുകൾ ടിക്കറ്റ് എടുക്കാതെ അടക്കം ഈ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം സർക്കാർ ആരോപിക്കുന്നത് പോലീസ് ആയിരുന്നു ഇത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കേണ്ടത്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും നിയന്ത്രിക്കേണ്ടത് പോലീസ് ആയിരുന്നു. ഈ അനുമതി നൽകുന്നതടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് എന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി ആയുധമാക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും കൃത്യമായി തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. RCBക്കും ഇവന്റ് മാനേജ്മെന്റിനും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അടക്കം ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.